ഉമ്മ ഉമ്രക്ക് പോയത് ഇത് യൂട്യൂബിൻ്റെ പൈസ കൊണ്ടല്ലേ പോയത്. ഞാൻ എവിടെ യൂട്യൂബിൻ്റെ പൈസ ഇതെന്ന് പറഞ്ഞാൽ, യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അധ്വാനം തന്നെയാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ വീഡിയോ അല്ലെങ്കിൽ 10 മിനിറ്റ് വീഡിയോ എടുത്താൽ ഇത് എഡിറ്റ് ചെയ്യണം. അതിൻ്റെ തമ്പനയിലും കാര്യങ്ങളും നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സും ഒക്കെ അതിൽ പെടുന്ന തന്നെയല്ലേ. ഈ വിഷയം പറയുമ്പോൾ നമുക്കിപ്പോ എപ്പോഴും പ്രശ്നങ്ങൾ വരിക അല്ലെങ്കിൽ വിട്ടുവീഴ്ച താഴ്ന്നു കൊടുക്കുന്ന സംഭവം ഇപ്പം ഓൾറെഡി സിസ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഫോർച്യൂണറിന്റെ ഒരു കാര്യമാണ്, കുടുംബ പ്രശ്നം വാങ്ങി ഫോർച്യൂണർ വാങ്ങാന്നുള്ള കമന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ വന്നത്. ഇവിടെ തീരേണ്ടത് പബ്ലിക്കില് അവരെയൊന്നും എല്ലാവരെയൊന്നും പറ്റിയ മിസ്റ്റേക്ക്. അപ്പോൾ പിന്നെ അതെങ്ങനെയെങ്കിലും ഏതൊരു ഇതിലാണ് ഞാനത് മാറ്റുക എന്നുള്ളത് ഞാൻ കുറേ പഠിച്ചു അതിനെ കുറിച്ച്. സത്യം പറഞ്ഞാൽ ഇവിടെ വീട്ടിൽ പോലും എനിക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മളെ കണ്ടിട്ടാവും നമ്മുടെ മക്കൾ വളരുക. അപ്പം നമ്മൾ പരമാവധി മോളെ മുമ്പിൽ അടി കൂടാതെയും കച്ചറ കൂടാതെയൊക്കെ നിൽക്കാൻ ശ്രമിക്കലുണ്ട്. പക്ഷെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിൻ്റെ വീട്ടിലെ വഴക്കുകൾ മാത്രമാണ്. ഇപ്പോൾ ഈ അൺറൊമാൻറ്റിക് ആവണതും, കാരണം ഒരു മനുഷ്യന് കിട്ടേണ്ടത് ലൈഫിൽ ഒരു പാരൻ്റ് എന്നുള്ള നിലക്ക് വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഒരു സ്കൂളിൽ പഠിക്കണത് കുട്ടീനേക്ക് കിട്ടേണ്ടത് ഏറ്റവും കൂടുതൽ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും കയ്യിൽ നിന്ന് കിട്ടേണ്ടതെന്നാണ്. സ്നേഹവും അവർ കാണിക്കുന്ന സംഭവം. ഈ ഇപ്പോൾ ചക്കര ആണെന്നുണ്ടെങ്കിൽ സോഫി ചെറുപ്പം മുതലേ മാറി നിന്നു. ഓലെ മാറ്റി നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ജീവിതം നമുക്ക് പറഞ്ഞില്ലേ, ഒറ്റ മുറി വാടക വീട്ടിൽ ഭക്ഷണം പോലും നേരെ മണത്തിൽ കിട്ടാത്ത സമയമായിരുന്നു. ജീവിതത്തിൽ ഒരു വട്ടം പ്രപ്പോസ് ചെയ്തേക്കണേ, പണി വാള് പറഞ്ഞ പേര് പറയണ്ട. എൻ്റെ അടുത്തൊരു വണ്ടി ഉണ്ടെന്നു. അപ്പം എൻ്റെ തുണക്കാര ഹിന്ദു, അതായത് ഞാൻ മുസ്ലിം മോന് ഹിന്ദു. അപ്പോൾ ഹിന്ദു കുട്ടീനെയാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ എന്താക്കും, ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരിക്കും, ഇവരിങ്ങനെ സംസാരിക്കും. പക്ഷെ ആ ഹിന്ദു കുട്ടീൻ്റെ ഒപ്പം ഒരു മുസ്ലിം കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഓളെന്തിനും ഒറ്റയ്ക്ക് നടക്കണമെന്ന് ഞാൻ ചിന്തിച്ചു വന്ന്. അപ്പോൾ ഞാൻ ഓനോട് പറഞ്ഞ്, ഇങ്ങനെ ഏതായാലും ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഓൾ ഒറ്റയ്ക്കല്ല, ഞാനൊപ്പം നടക്കട്ടെ എന്ന് ചോദിച്ചു. പിന്നെ ഇവര് ഒറ്റക്കായി, ഓളെ കാണാനല്ല ഇത് പറഞ്ഞോണ്ട്. ഇത് നേരിട്ട് പറയാൻ ധൈര്യം അല്ലെങ്കിൽ കത്ത് എഴുതിയാൽ മതിയായിരുന്നേ. അപ്പോൾ പറഞ്ഞിട്ടൊരു കത്ത് എഴുതി തരണം. വയലാറ് ഇങ്ങനെ എഴുതൂല, അതേമാതിരി എഴുതിയിരിക്കണേ. ചെക്കന്മാരൊക്കെ ചിലർ കടന്ന് ചിരിക്കണേ, ചിലർ തൂണുമ്പ ചാരി ചിരിക്കണേ. അങ്ങനെ എന്താ ഈ കത്തിലുള്ളത്? എനിക്ക് പിന്നെ അറിയാം. ഇപ്പം എന്താ ഇതിങ്ങനെ അറിയോ, ഈ പായസമാണെങ്കിൽ അതിൽ മുന്തിരി ഞാനാണ്. ഓള് കളറുകൊണ്ട് ഉപമിച്ചെടുക്കുക. ഓള് നല്ല വെളുത്തിട്ടാ. ഞാൻ എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ കഥ തന്നെ, ഈ പായസമാണെങ്കിൽ അതിൽ മുന്തിരി ഞാനാണ്, ഈ കണ്ണാണെങ്കിൽ കൃഷ്ണമണി ഞാനാണ്, അതുകൊണ്ടാണ് ഉണക്ക് എന്നെ പറ്റാത്തത്. പിന്നെ കുട്ടികൾ ചെറുക്കായിരിക്കും. അയ്യോ ഞാൻ പിന്നെ സ്കൂളിൽ പോയിട്ടില്ല. എന്നിട്ട് പിന്നെ ഇവിടെ ആ കത്തൊക്കെ കീറിയിട്ട് ഒരു വെള്ളത്തിലിട്ട്. ഞങ്ങൾക്ക് അറിയാത്ത, ഞങ്ങൾ ഇതുവരെ കാണാത്ത നൗഫൽക്കറിന്റെ ഒരു ഹിഡൻ ടാലന്റ് ഉണ്ടോ? എന്തെങ്കിലും എഴുതി, അല്ലെങ്കിൽ ഒരു ടാലന്റ് ഇല്ലാത്തവരൊന്നും വിചാരിക്കും. ഭയങ്കര ടാലന്റ് ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവില്ല. ആർക്കും അറിയാത്തൊരു കാര്യം വേറുണ്ട്. അങ്ങനെ ടൈപ്പ് ചെയ്യേ രാവിലെ ഇവിടെയാണല്ലോ വരേണ്ടത്. പക്ഷെ ഇന്നലെ കുറെ ചീത്താറിനെങ്കിൽ ആണോ ഉറങ്ങാനായിട്ട് 3 മണി ഉറങ്ങിയപ്പോ. ആദ്യമായിട്ട് സിനിത്തനെ കാണുന്ന സമയത്ത് സിനിത്ത ഇട്ട ഡ്രസ്സിന്റെ കളർ അല്ലെങ്കിൽ എന്ത് ഡ്രസ്സായിരുന്നു? ഇപ്പൊ തന്നെ അറിയില്ല. പിന്നെ ഇറങ്ങി കുത്തിക്കോ. നിങ്ങൾ ഒരു കല്യാണ ദിവസം കണ്ട ആൾക്കാരാണോ? മിഠായി കൊടുക്കൽ. മിഠായി കൊടുക്കില്ല. ആ മിഠായി ക്ലൂ തന്നു, മിഠായി കൊടുക്കില്ല. ഇനി മാറ്റാൻ പറ്റുമോ? ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കാണ്ട് എന്തെങ്കിലും പഠിക്കാൻ പോയാലോ എന്ന് ആലോചിക്കായിരുന്നു. മോളെ അതിനൊക്കെ പോയാൽ നിനക്ക് ഇപ്പോഴുള്ള ഫ്രീ ടൈമും കൂടി ഇല്ലാണ്ടാവേ. ഫ്രീ ആണോ? ഫ്രീ ആണെങ്കിലേ മോളെ തെങ്ങുമ്പോ കയറിയിട്ട് തേങ്ങ ഇട്ട് തരുമോ? ഫ്രീ ആവുമ്പോ മതി. മോളെ ഫ്രീ ടൈമിൽ ഇതൊക്കെ ചെയ്യാനാണോ ആഗ്രഹിച്ചത്? എന്നാ ഫോൺ എടുക്കൂ, എൻട്രി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ജീവിതത്തിന്റെ വിധി മാറാൻ ഒരു എൻട്രി മതി. ഇപ്പൊ ഈ വിഷയം പറയുമ്പോൾ നമുക്കിപ്പോ എപ്പോഴും പ്രശ്നങ്ങൾ വരിക അല്ലെങ്കിൽ വിട്ടുവീഴ്ച താഴ്ന്നു കൊടുക്കുന്ന സംഭവം ഇപ്പം ഓൾറെഡി സിസ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കൊന്ന് നടുക്ക് പെട്ടു നിന്ന ഒരാളും നൗഫലിക്കായിരുന്നു. ശരിക്കും എന്തായിരുന്നു ഇഷ്യൂ? ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമുക്ക് റിയൽ എന്ന് പറയുന്നത് ഏതാണ് സത്യാവസ്ഥ അറിയില്ല. ഒരു ക്ലാരിറ്റി എന്നുള്ള എന്തായിരുന്നു ആ ഇഷ്യൂ? സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം എനിക്ക് ചർച്ച ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ഇപ്പോൾ ചിക്കു ചോദിച്ചുകൊണ്ടും ഞാനിത് പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഒരുവിധം എല്ലാവർക്കും നമ്മുടെ ഒരു ഫാമിലിയിൽ ഈ ഒരു ഇഷ്യൂ വന്നത് അറിയുന്ന കാര്യമാണ്. കാരണം അത്രത്തോളം അത് വൈഡായിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഇപ്പോൾ ഒരു തോണി തുഴയുന്ന ഒരാൾ, അതിൽ കുറച്ച് ആൾക്കാർ ആ തോണിയിൽ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അതിനകത്ത് കപ്പിത്താന്ന് പറയാം. ആ കപ്പിത്താൻ്റെ ലക്ഷ്യം എന്താ? ഇവരെ സേഫായിട്ട് അക്കരയ്ക്ക് എത്തിക്കണം. അതിൻ്റെ ഒരു തോണി വെള്ളം മറിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക?
അപ്പോൾ ഇത് മറിയാതെ കൊണ്ട് നടക്കണം അല്ലേ. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു ഇതിൽ പോകുന്ന ആളാണ്. അതായത് ഈ ഒരു എങ്ങനെയെങ്കിലും സേഫായിട്ട് ഞാൻ രക്ഷപ്പെട്ട പോലെ എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവരെയും ഒരു കരക്ക് എത്തിക്കണം എന്നുള്ളൊരാഗ്രഹം. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ പേരൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ ഒരാളുടെ പേരെടുത്ത് അറിയില്ല, ഫോർച്യൂണറിൻ്റെ ഒരു കാര്യമാണ്. കുടുംബ പ്രശ്നം വാങ്ങി ഫോർച്യൂണർ വാങ്ങാന്നുള്ള കമൻസാണ് ഏറ്റവും കൂടുതൽ വന്നത്. പക്ഷെ ഞാനതിൽ ഒരു വട്ടം പോലും ഇവരെ പ്രതികരിച്ചിട്ടോ ഇതാക്കിയിട്ടോ ഒന്നും വീഡിയോസ് ഇട്ടായിരുന്നില്ല. സത്യത്തിൽ സിസ്റ്റേഴ്സ് തമ്മിലുള്ള അല്ലേ ചെറിയ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു ടേബിൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ മാറ്റിയിട്ടാണ് നമ്മൾ ഈ സോഫ ഇട്ട്. ആ ടേബിളും ഇരുന്ന് ഞങ്ങളൊന്ന് സംസാരിച്ചാൽ തീരേണ്ട ഇഷ്യൂ പബ്ലിക്കിലായി പോയപ്പോൾ അത് മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത് പബ്ലിക്കിൽ വന്നപ്പോൾ ആളുകൾക്ക് ഇത് കേൾക്കാനും ഇതറിയാനുള്ളൊരു ത്വരയായിപ്പോയി. പിന്നെ ന്യൂസിൽ പ്രതികരിക്കണം, അതായത് സത്യാവസ്ഥ അറിയണമെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രതികരിക്കണം. പക്ഷെ ഞാനവിടെ പ്രതികരിക്കുമ്പോൾ സത്യം എന്താ ഞാൻ പ്രതികരിക്കുമ്പോൾ എന്തായി, ഒരുപാട് ചെറിയ അതായത് മഞ്ഞപ്പത്രം പോലത്തെ ചാനലുകളുണ്ട്, എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ തമ്പനയിലും വെച്ചെങ്ങാണ്ട് പോലും വേറെ എന്തൊക്കെ ഓടും. അപ്പോൾ അവിടെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അവിടെയൊക്കെ പരാജയപ്പെടുന്നത് ആരാവും, ഈ കപ്പിത്താൻ തൊഴിഞ്ഞോണ്ടിരുന്ന ഞാനാവും പരാജയപ്പെടുക. അതിൽ കാര്യമില്ലല്ലോ. കാരണം നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളും ഇവിടെ തീരേണ്ടത് പബ്ലിക്കിൽ അവിടെ നിന്ന് എല്ലാവരും നിന്നും പറ്റിയ മിസ്റ്റേക്ക്. അപ്പോൾ പിന്നെ അതെങ്ങനെയെങ്കിലും ഏതൊരു ഇതിലാണ് ഞാനത് മാറ്റുക എന്നുള്ളത് ഞാൻ കുറേ പഠിച്ചു അതിനെ കുറിച്ച്. ഇതെന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ അങ്ങനത്തെ ഒരാളാണ്. എൻ്റെ വീട്ടിലിപ്പോൾ പണ്ടൊക്കെ ഇപ്പോൾ ഉള്ള കാലത്തും ഇങ്ങനെ ഇഷ്യൂസ് നടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പുറത്ത് നോക്കലാ, ഇതാരെങ്കിലും കേൾക്കുന്നുണ്ടാവോ, നാളെ എന്നോട് ആരെയും ചോദിക്കുമോ. ഭയങ്കര ടെൻഷനുള്ള ആളാണ്. ഈ ഒരു സാധനം ഇത്രയും ടെൻഷനുള്ള എൻ്റെ സാധനം ലക്ഷങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്താക്കും ആരോടെ ഇത് പുറത്തിറങ്ങുമ്പോഴും. കാരണം നമ്മളെ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ നമ്മൾ സൗകര്യം കൂടുമ്പോൾ ശത്രുക്കൾ കൂടും. അപ്പോൾ ഈ ശത്രുക്കൾക്ക് കിട്ടിയൊരു വരാണ് ഈ ഒരു ഇഷ്യൂ. ഭയങ്കരം. ഞാൻ പുറത്ത് പോകുമ്പോഴും ഇനി ഫാമിലിയിൽ പോകുമ്പോഴും എല്ലാവരും ഇപ്പോൾ ചോദിക്കുമ്പോൾ നമുക്ക് എന്താവും, ഭയങ്കര ഒരു ഫങ്ഷന് സത്യം പറഞ്ഞാൽ ഇവിടെ വീട്ടിൽ പോലും എനിക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എൻ്റെ വീട്ടിൽ അവരെന്നോട് ചോദിക്കൂല, അത് അവരെ മാന്യത. പക്ഷെ ഓലത് ചോദിക്കോ എന്നുള്ളൊരു ടെൻഷനിൽ ഞാൻ നടക്കേണ്ടി വരും അല്ലേ. എന്താ ഇത് കൊടുക്കാം. അങ്ങനെ ഞാൻ കുറേ ദിവസമൊക്കെ ഒറ്റയ്ക്ക് പോയിക്കോ ഒഴിഞ്ഞു മാറിയിട്ടൊക്കെ നിന്നു. അതിൻ്റെ ഇടയിൽ ഇവർ ഫാമിലി ടൂറൊക്കെ വെച്ചിരിക്കണേ. ഞാന് ഒരു കുടുംബക്കാരനെ ഫേസ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോണ്ട് ഇവര് എല്ലാ ഇച്ചാപ്പന്മാരും എല്ലാ ഇളാപ്പന്മാരും ആയിട്ട് ഫാമിലി ടൂറ്. പിന്നെ ഇതൊന്നും മാറിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ എന്താക്കി ആ ഒരു ലെവലിൽ ആര് ചോദിച്ചത് അതിലൊക്കെ നല്ല മാന്യത. ഇവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല, ഒക്കെ നല്ല ആ ഇത്. എന്തായാലും ഇഷ്യൂ എന്താന്ന് വെച്ചാൽ പറഞ്ഞല്ലോ, ചെറിയൊരു സൗന്ദര്യ പണക്കങ്ങളും അതൊക്കെ ആയത് സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ അവർക്ക് വന്ന കമൻസിന് അവർ റിപ്ലൈ കൊടുത്തുകൊണ്ടിരുന്നു. ഞാൻ ഇതിൽ ഒരിക്കലും പ്രേക്ഷകരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ നമ്മളിടുന്നോണ്ടാണല്ലോ അവർ കാണുന്നതും പക്ഷെ അതിനായിട്ട് തിരിപ്പിക്കാനും ചൊറിയാനും ആയിട്ടുള്ള. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് വരും. ആ ഒരു മൈൻഡിൽ എടുക്കാൻ കഴിയുന്നവർ മാത്രം ഇതിൽ നിന്നിട്ട് കാര്യമുള്ളൂ. അല്ലാത്തവരിതിൽ നിന്നാൽ നിങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെടും, ഉറക്കം നഷ്ടപ്പെടും, ചിലപ്പോൾ ലൈഫ് തന്നെ നഷ്ടപ്പെടും. അപ്പോൾ പിന്നെ ഞാൻ ഇപ്പോൾ എല്ലാവരും എന്താക്കി അവിടെ ഞാൻ താഴ്ന്നു കൊടുത്തു എന്നുള്ളതാണ്. എനിക്കൊന്ന് ആളുകളുടെ കുറെ സംശയമാണ് ഇപ്പൊ ഇത് ക്ലാരിറ്റി ചെയ്യാൻ. കാരണം എന്താ വെച്ചാൽ ഒരു ഇന്റർവ്യൂവിൽ പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് എത്തിയതാണ് ഇപ്പോൾ സൈന സൗത്ത് പ്ലസ് എന്ന് പറഞ്ഞ ഇന്റർവ്യൂവിൽ ഇപ്പോൾ ഒരു ജെനുവിൻ ആയിട്ടില്ലേ. കാരണം ഒരുപാട് ആൾക്കാർ നല്ല ഇപ്പോൾ ലാസ്റ്റിങ്ങൾ ഓസിൻ്റെ ഒക്കെ ചെയ്തല്ലോ, പബ്ലിക്കൊക്കെ അത് ഭയങ്കര ഒരു ഇതായി. പിന്നെ ഞാൻ പറയും, പിന്നെ കുറേ ഇൻ്റർവ്യൂസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു ഭയങ്കര കംഫർട്ട് സോണാണ്. അപ്പോൾ ആങ്കർ എന്ന നിലക്ക് ചിക്കു ബെസ്റ്റാണ് അല്ല അല്ലേ. ഇപ്പോൾ തന്നെ പറഞ്ഞു ചിക്കുനെ കാണാൻ ഭയങ്കര സൗന്ദര്യമാണ്. ഞാനവിടെ പറയുന്ന വെച്ചാൽ യുദ്ധവും അല്ല നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ ഇപ്പൊ നമ്മളോട് ഒരു മര്യാദ ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ ഒരു നമുക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ അത് പറയാൻ പറ്റും. അങ്ങനത്തെ നമുക്ക് കംഫേർട്ടാണ്. നമ്മുടെ കംഫേർട്ട് സോൺ എന്താ വെച്ചാൽ നമുക്കൊരു പ്രൈവസി വേണം. ഇപ്പം ഞാൻ കുറേ ഇൻ്റർവ്യൂ ഒക്കെ കാണാറുണ്ട്. അതിൽ നമ്മൾ എന്ത് മറച്ചു വെക്കണം എന്ന് ആഗ്രഹിച്ചത് ആ ഒരു ചാനലിന് റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് പറയും, ഇത്
അങ്ങനെ പിന്നെ അപ്ലോഡ് ചെയ്യും, പിന്നെ ഇതിന് ക്ലാരിറ്റി കൊടുക്കുക, അപ്പുറത്ത് നടക്കേണ്ടി വരും. അപ്പൊ ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ഭയങ്കര കംഫർട്ടാണ്. പിന്നെ ഇതിൽ പറയുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ജെന്യുവിനായിട്ട് പറയാമെന്നുള്ള വിശ്വാസം കൊണ്ടാണ്, ഈ ഒരു വിഷയം പബ്ലിക് ആയതുകൊണ്ടാണ് ഞാൻ ഇതിലിത് പറയുന്നത്. അവസാനം ഞാൻ അവിടെ പോയി എല്ലാവരെയും ക്ലിയർ ആക്കി സമാധാനപ്പെടുത്തി. ഇതിലെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കെപ്പോഴും നമ്മളെ ഇൻസ്പയർ ആവണമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് നമുക്ക് കുറേ മാറ്റങ്ങൾ നമ്മൾ തന്നെ വരുത്താനുണ്ട്. ഇപ്പോൾ ഫുട്ബോൾക്കൊക്കെ ഫാമിലി ഗ്രൂപ്പ് ഉണ്ട്, എൻ്റെ കുടുംബത്തിന് ഫാമിലി ഗ്രൂപ്പില്ല. ഈ ഗ്രൂപ്പില്ലാത്ത ഞാനാണോ ആളുകൾക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നുള്ള സാധനങ്ങളൊക്കെ ഞാൻ നോക്കും. പക്ഷെ വീഡിയോയിൽ നമ്മൾ ഇന്നേ വരെ ഒരാൾക്കും എന്താക്കിയിട്ടില്ല, ഒരു മക്കളെയും വഴി തെറ്റിക്കാനുള്ള ഒരു സാധനം ഞാൻ ചെയ്തില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെ വീഡിയോസ് ഇപ്പോൾ ഉപ്പുള്ള സമയത്തും ഉപ്പാനെ ഇങ്ങനത്തെ ഒരു അഡിക്റ്റുള്ള സമയത്ത് ഉപ്പാനെ എങ്ങനെ നേരാക്കാം എന്നുള്ളത് നമ്മൾക്ക് അപ്പോൾ ആളുകൾ പറയാം എന്താ അത് കാണിച്ചു കൊടുത്തു. പക്ഷെ ആളുകൾ പറഞ്ഞു ഉപ്പാനെ വെച്ച് റീച്ച് ആക്കിയെന്നാണ്. പക്ഷെ എൻ്റെ മൈൻഡിൽ അപ്പുറത്ത് വേറെ ഒരു ഇതുണ്ടായിരുന്നു, ഇതുപോലെ അനുഭവിക്കുന്ന മക്കളും ഇതുപോലെ സിറ്റുവേഷൻസ് അനുഭവിച്ചിരുന്ന ആളുകളും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ. അതിനാണ് ആ ഒരു മാറ്റം വരും. കാരണം ഒരാളുടെ ജീവിതം എന്ന് പറഞ്ഞ ജീവിത അനുഭവങ്ങളാണല്ലോ അല്ലേ, അത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ. ഞാൻ ആ വീഡിയോ ഇട്ടതിന് ശേഷം ഇപ്പോഴോട് ചോദിച്ചേക്കാം, ഇപ്പോഴും എനിക്ക് ഫോൺ കോളാണ്. ഞാൻ വിചാരിച്ചു ഇപ്പോഴും വരുന്നുണ്ട്. കാരണം ന്യൂഫിലേജ് അന്ന് പോയ സ്ഥലം എവിടെ, വീഡിയോയിലൊന്നും പറയരുത്. കാരണം അത്രത്തോളം ഞങ്ങൾ ഫാമിലി ചെറിയ ചെറിയ ചെക്കന്മാർ, MDMA ഒക്കെ അഡിക്റ്റായ ചെക്കന്മാരും, അതായത് ഒരു വീട്ടിലെ ഏക അത്താണിയായിട്ടുള്ള ഭർത്താക്കന്മാരും. അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട് എന്നോട് ഇങ്ങനെ എപ്പോഴും ചോദിക്കുന്നത്. കാരണം ഞാൻ അന്ന് അത് ചെയ്തുകൊണ്ടാണ് അവർക്കൊക്കെ എനിക്കത് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത്. നാട്ടുകാരെന്തോ പറഞ്ഞോട്ടെ, ഞാനത് റീച്ച് ഉണ്ടാക്കിയെന്നോ പൈസ ഉണ്ടാക്കിയെന്നോ വാപ്പാനെ വിറ്റുവെന്നോ ഒക്കെ പറയാം. പക്ഷെ ഞാനൊരിക്കലും വാപ്പാനെ വിൽക്കാനോ റീച്ച് ഉണ്ടാക്കാനോ വന്ന ആളുകൾ കാരണം വാപ്പ നേരാക്കിയിട്ട് എനിക്ക് സമൂഹത്തിൽ കാണിച്ചു കൊടുക്കണം. കുറെ പേർക്ക് അത് ഭയങ്കര മോട്ടിവേഷൻ അപ്പുറം മാറി ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു അച്ഛൻ ഇപ്പൊ നന്നായിട്ട് കുടിക്കുകയാണെങ്കിൽ അത് കണ്ട് കുടി തുടങ്ങുന്ന ആൾക്കാരുണ്ട്, അത് കണ്ട് കുടിക്കില്ല എന്ന് തീരുമാനിക്കുന്നവരുണ്ട്. ചിലപ്പോ ഒരു വീട്ടിൽ 2 മക്കളുടെ ഒരു ഡിസിഷൻ രണ്ടുമായിരിക്കും. സോ അത് മാറി ചിന്തിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് കുറച്ചുകൂടി ബെറ്റർ ആക്കാന്ന് പറയുന്നത്. എനിക്കൊന്ന് ആ വീഡിയോ ആളുകളിലേക്ക് എത്തുമ്പം കുറച്ചുപേര് മാറി ചിന്തിച്ചിട്ടുണ്ട്, ലൈഫ് ബെറ്റർ ആക്കണം. പക്ഷെ ആ തോട്ട് അതൊരു നല്ലൊരു തോട്ടായിരുന്നു. ചിലപ്പോൾ വേണമെങ്കിൽ നമുക്കത് ഇപ്പൊ ഈ പറഞ്ഞ നെഗറ്റീവ് വരും. എനിക്ക് ആദ്യം നെഗറ്റീവ് തുടങ്ങിയ ചിലപ്പോൾ ആ വീഡിയോ എനിക്ക് തോന്നുന്നു അതിൽ നിന്നായിരിക്കും ചിലപ്പോൾ കൂടുതൽ വന്നിട്ടുണ്ടാവുന്നത്. പക്ഷെ ആ ഒരു തോട്ട് എനിക്ക് തോന്നുന്നത് പ്രേക്ഷകരിലേക്ക് എത്തിയ സമയത്ത് അത് മനസ്സിലാക്കുന്നവർക്ക് അത് കണക്ട് ആയിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴും ആ കോൾസ് വരില്ലല്ലോ ആളുകളിൽ നിന്ന്. അത് അക്സെപ്റ്റ് ചെയ്യുക അവർക്ക് ആവശ്യമുണ്ട്. കാരണം എന്നോട് ഞാൻ അവിടെ പോയപ്പോൾ അവിടെ കൗൺസിലിങ്ങിന് ഞങ്ങൾ ആദ്യം കയറ്റിയത്, അതൊന്നും ഞാൻ എവിടെയും പറയാത്ത കാര്യം കേട്ടോ. കാരണം ഇന്നെ കൗൺസിലിങ്ങിൽ കയറ്റിയ ടൈമിൽ ഇപ്പം എൻ്റെ വാപ്പ മരണപ്പെട്ടു. ഒരിക്കലും എനിക്കത് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഒരിക്കലും വാപ്പാനെ ഇഷ്ടമല്ലാഞ്ഞിട്ടോ വാപ്പാൻ ഇത് പറയണോ എന്ന് ആഗ്രഹിച്ചില്ല. പക്ഷെ ഇതുകൊണ്ട് ആരെങ്കിലും ഒരു ഉപകാരം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു അവിടെ ആ കൗൺസിലിംഗ് റൂമിൽ മാത്രം ഒതുങ്ങിയ കാര്യം ഞാനിവിടെ പറയാൻ വേണ്ടി പോവാണ്. ഞാനവിടെ വന്ന് എന്നോട് ചോദിച്ച ആൾ വാപ്പാൻ്റെ എത്രാമത്തെ കുട്ടിയാണ്? ഞാൻ പറഞ്ഞു ഞാൻ 2ാമത്തെ മോനാണ്. അതിൽ എൻ്റെ അടുത്ത് ചോദിച്ച കാര്യം, സത്യത്തിൽ വാപ്പ തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിലേറെ തെറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നിനക്ക് ജോലിയുണ്ട്, കുടുംബം നോക്കുന്നുണ്ട്, എല്ലാം നീയാണ് തെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സാറേ ഞാൻ കുടിക്കില്ല, ഞാനിതൊന്നും ആക്കൂല, ഞാൻ കുടുംബം നോക്കുന്നുണ്ട്. നീ കുടുംബം നോക്കുന്നുണ്ട്, ഒരു വാപ്പ തെറ്റ് ചെയ്യുമ്പോൾ വാപ്പാന് ഇതാക്കാൻ വേണ്ടിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടോ ഇതുവരെ എന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. പക്ഷെ ശ്രമങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഡീഅഡിക്ഷൻ സെൻറ്റർ അങ്ങനത്തെ ശ്രമങ്ങളൊന്നും ആദ്യം നോക്കണം. ഇതിപ്പോഴാണ് എനിക്ക് തോന്നി, കുറച്ച് മുന്നേ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഫിനാൻഷ്യലിൻ്റെ ഒക്കെ നോക്കണമല്ലോ. ഫിനാൻഷ്യലി എന്നല്ല, നമുക്ക് സമാധാനം ലൈഫിൽ കിട്ടണമെങ്കിൽ എവിടുന്നെങ്കിൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്ന ഒരു സാധനം നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ അവിടെ നമ്മൾ കുറേ പൈസ സമ്പാദിക്കാനല്ല നോക്കേണ്ടത്, ആ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് എന്താണോ ചെയ്യേണ്ടത്. ഇപ്പം എൻ്റെ അന്ന് സമാധാനക്കേട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ ഇഷ്യൂസായിരുന്നു. നമ്മളന്ന് ഒരു സന്തോഷം ഇല്ലാത്ത കാലത്ത് അന്ന് ഞാനത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടുന്നെങ്കിലും വല്ല കടവും കള്ളിയും വാങ്ങി നേരാക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ സമാധാനം കിട്ടുമ്പോൾ നമുക്ക് ഇതിലേറെ കൂടുതൽ സമ്പാദിക്കാൻ പറ്റും. അതിൽ പറഞ്ഞു അപ്പോൾ ഈ ചെയ്ത തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇപ്പോൾ എടുത്ത തീരുമാനം നല്ലതാണ്. അതായത് വാപ്പാക്കൊരു തെറ്റ് പറ്റി വാപ്പ അതിനോട്ട് അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ വാപ്പാൻ്റെ മൈൻഡ് ഇപ്പോൾ എൻ്റെ വാപ്പൻ്റെ അസുഖം ഇതാണ്. എന്താ അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കേണ്ട തലച്ചോറിലൊരു ഞരമ്പുണ്ട്, അതാ എന്തോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ആ ഞരമ്പിൽ ക്ഷതം പറ്റിയെടുക്കുകയാണ്.
അതുകൊണ്ട് എന്തു പറഞ്ഞു കൊടുത്താലും ഈ അഡിക്റ്റ് മാറുന്നില്ല. അത് മാറ്റിയെടുത്ത് വരണം എന്ന് പറഞ്ഞ്. അപ്പോൾ ഒരിക്കലും എൻ്റെ വാപ്പ ഒരു രോഗിയാണ്, അതായത് ഡ്രഗിന് അഡിക്റ്റായ ഒരു രോഗിയാണ്. അത് ചികിത്സിച്ച് തന്നെ മാറ്റണം. അല്ലാതെ ആ നേരത്ത് നീ എൻ്റെ വാപ്പനെ നോക്കിയില്ല, എൻ്റെ വാപ്പനെ സംരക്ഷിച്ചില്ല, എൻ്റെ വാപ്പനെ ഇതാക്കിയില്ല, അതുകൊണ്ട് വാപ്പനെ ഒഴിവാക്കി, വാപ്പനെ വൃദ്ധസദനത്തിലാക്കി, അതല്ല വേണ്ടത്. ആ വാപ്പനെ എന്താണ് ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരണം. അതിന്ന് പിന്നെ ആൾക്കത് മനസ്സിലാകുമ്പോൾ കിട്ടുന്ന സന്തോഷം, വാപ്പ എന്നുള്ള സ്ഥാനം. ഇപ്പോൾ കുറേ ലക്ഷങ്ങളും കോടികളും ഉണ്ടെങ്കിൽ അനക്ക് വലിയ കൊട്ടാരം കെട്ടാം, വലിയ വീട് കെട്ടാം, എന്തും ചെയ്യാം. ഒരിക്കലും വാപ്പാനെ ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ്. കാരണം വാപ്പാക്ക് വാപ്പയും ഉമ്മാക്ക് ഉമ്മയും പകരം വെക്കാൻ കഴിയാത്ത സംഭവം. ഇപ്പൊ ഭാര്യമാണെങ്കിൽ ഇപ്പൊ വേറെ കെട്ടാ, പക്ഷെ ഇവിടെ പറ്റില്ല. അല്ല അങ്ങനെയല്ല. ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ വാപ്പ പോയപ്പോഴാണ് ഇപ്പോൾ ഈ വീട്ടില് ഒരു ഗൃഹനാഥ ഇപ്പൊ എന്തായി, പക്ഷെ ഒരു എന്തായി വാപ്പാനെ സ്ഥാനത്ത് വാപ്പ അവിടെ ഉമ്മറപ്പടിയിൽ വേണം അല്ലേ. ഉമ്മറപ്പടിയിൽ വാപ്പയും അടുക്കളയിൽ ഉമ്മയും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്വർഗ്ഗമാണ്. അവരവിടെ കാണണം. എൻ്റെ വാപ്പ മരണപ്പെടുമ്പോൾ എൻ്റെ എല്ലാ വിജയങ്ങളും കണ്ടിട്ടുണ്ടോ മരണപ്പെടുന്നത്? കാരണം നമ്മളൊരിക്കലും പരാജയപ്പെടില്ലായിരുന്നു. എല്ലാ വാപ്പൻ്റെ ആഗ്രഹങ്ങളും, ഇപ്പോൾ പെങ്ങളെ കല്യാണം, എല്ലാ ആഗ്രഹങ്ങളും കണ്ടു. പക്ഷേ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നപ്പോൾ ജീവിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതിനുള്ള യോഗ അതാണ് പറഞ്ഞത്. എല്ലാവരും മാക്സിമം ലഹരി എന്നൊക്കെ മാറി കുടുംബത്തിനോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. കൂടുതലായാലാ പ്രശ്നം. അതാണ് നമ്മള് ഇപ്പൊ ഈ ഒരു വീഡിയോ ഒരുപാട് പേര് കാണുന്നു. അവരൊക്കെ വീട്ടില് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരു അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ സ്വയബോധത്തിലാവില്ലെങ്കിൽ അതിനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിച്ചത്, നമ്മളത് തിരുത്തിയപ്പോൾ കിട്ടിയ സംതൃപ്തി നിങ്ങൾക്കും കിട്ടട്ടെ. നിങ്ങളുടെ സമാധാനം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അത് ചിലപ്പോൾ വീട്ടിലെ ഉപ്പയോ അല്ലെങ്കിൽ സിസ്റ്ററോ അല്ലെങ്കിൽ വേറെ ആരാണെങ്കിലും ആ സമാധാനം എങ്ങനെ ക്ലിയർ ആക്കണം എന്നുള്ളത് നമ്മളും ആയി നിൽക്കണം. പക്ഷെ ഓലെ അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ഇത് രണ്ട് വഴിക്ക് പോകും, ഒന്നും കൂടി നിൽക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളെ സമാധാനം നമ്മൾ കണ്ടെത്തുക. അപ്പോൾ അതേമാതിരി തന്നെയാണ് ഫാമിലിയിലെ ഗ്രൂപ്പില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അന്നത്തെ ചെറുപ്പത്തിൽ നമുക്ക് കിട്ടേണ്ട സന്തോഷങ്ങളും കാര്യങ്ങളും ഇപ്പോൾ നമ്മളോട് പറയലുണ്ട്, നമ്മളെ കണ്ടിട്ടാവും നമ്മുടെ മക്കൾ വളരുക. അപ്പം നമ്മൾ പരമാവധി മോളെ മുമ്പിൽ അടി കൂടാതെയും കച്ചറ കൂടാതെയൊക്കെ നിൽക്കാൻ ശ്രമിക്കലുണ്ട്. പക്ഷെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിൻ്റെ വീട്ടിലെ വഴക്കുകൾ മാത്രമാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ അൺറൊമാൻറ്റിക് ആവണതും, കാരണം ഒരു മനുഷ്യന് കിട്ടേണ്ടത് ലൈഫിൽ ഒരു പാരൻ്റ് എന്നുള്ള നിലക്ക് വാപ്പാൻ്റെ നിന്നും ഉമ്മാൻ്റെ നിന്നും ഒരു സ്കൂളിൽ പഠിക്കണത് കുട്ടീനേക്ക് കിട്ടേണ്ടത് ഏറ്റവും കൂടുതൽ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും കയ്യിൽ നിന്ന് കിട്ടേണ്ടതെന്നാണ്. സ്നേഹവും അവർ കാണിക്കുന്ന സംഭവം. ഇപ്പോൾ ഒരു റെസ്പെക്റ്റ് പഠിക്കണമെങ്കിൽ വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഒന്നും പഠിക്കണം അല്ലേ. അപ്പോൾ എനിക്കിത് ഫുൾ പേടിയാണ്. അതായത് ഇതിങ്ങനെ ആയാൽ ഇങ്ങനെ ആവുമോ അങ്ങനെ ആവുമോ, വാപ്പ വരുന്നതും കണ്ടുമുട്ടുന്നതും ഒക്കെ നമുക്ക് പേടിയാണ്. പിന്നെ സിസ്റ്റേഴ്സ് തമ്മിലും ഇപ്പൊ ചക്കര ആണെന്നുണ്ടെങ്കിൽ സോഫി ചെറുപ്പം മുതലേ മാറി നിന്നു. ഓലെ മാറ്റി നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ജീവിതം നമുക്ക് പറഞ്ഞില്ലേ, ഒറ്റ മുറി വാടക വീട്ടില് ഭക്ഷണം പോലും നേരെ മണത്തിൽ കിട്ടാത്ത സമയമായിരുന്നു. അപ്പോൾ എന്തായി, ഓള് ഉമ്മാൻ്റെ കൂടിയിലും അങ്ങനെ ആയിരുന്നു. ഞാനും ഓള് ചെറിയ പെങ്ങളും ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ കണ്ണുമ്പിൽ ചക്കര ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നതും അങ്ങനത്തെ സാധനം ചെറുപ്പം മുതൽ നമ്മളെ മനസ്സിൽ ഈ ഭയം വരുന്ന സൈക്കോക്കെ ആയി മാറൂല നമ്മള്. പക്ഷെ നമ്മള് സൈക്കോ ആയില്ല, പക്ഷെ ഒരു മെന്റൽ ആയതുകൊണ്ട്. പക്ഷെ അത് ഞാൻ പറഞ്ഞ കുറെ കുട്ടികളുടെ ഇന്നും സക്സസ് ആയവരും ആവാത്തവരുടെയും ഈ ചൈൽഡ്ഹുഡ് പാരന്റ്സിൽ നിന്നുള്ള അബ്യൂസ്, അതായത് നേരിട്ട് ഫിസിക്കലി അല്ലെങ്കിലും അവര് തമ്മിലുള്ള വഴക്ക് കാര്യങ്ങള്, പാരന്റ്സ് തമ്മിലുള്ള വഴക്കാർ ഇപ്പോഴും കുട്ടികളുടെ ട്രോമയിൽ ബാധിക്കുന്നുണ്ട്. അവർ വലുതായ ഒരു റിലേഷൻഷിപ്പിൽ പോയാലും ചിലപ്പോ അത് എപ്പോഴെങ്കിലും ഓർമ്മപ്പെടുത്തൽ നടത്തും. അങ്ങനെയും ഒത്തിരി അനുഭവിക്കുന്നത്. ചിലപ്പോ അത് കണക്റ്റഡ് ആവും സാധനം. അത് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത ലൈഫിൽ കണക്ട് ആയിട്ടുണ്ട്, നമ്മുടെ ലൈഫിൽ അത് കണക്ട് ആയിട്ടുണ്ട് സത്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു ഫാമിലി ഗ്രൂപ്പോ, ഇപ്പൊ എനിക്ക് ചക്കര ആയാലും സൗഫി ആയാലും നമ്മൾ കൂടുതൽ നേരം ഒന്നുമില്ലേ ഇവളെന്നെ പറയലുണ്ട്, ഞങ്ങളൊക്കെ സിസ്റ്റേഴ്സ് കുറേ നേരം സംസാരിച്ചിരിക്കും, ഞങ്ങൾ വർത്താനം പറഞ്ഞിരിക്കും. ഞാനൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇവളോട് ഇവളെങ്ങനെയാണോ അതേമാതിരി ഞാൻ അവിടെയും വീഡിയോയിൽ കുറേ സംസാരിക്കും. പക്ഷെ ഇന്ന് ഉള്ളിൽ എല്ലാവരോടും സ്നേഹമുണ്ട്, പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കാൻ അറിയുന്നില്ല.
ഇത് ഉള്ളിൽ വെച്ചിരുന്ന് എനിക്കറിയാം എൻ്റെ തെറ്റാണ്. പക്ഷെ എൻ്റെ തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറുപ്പം മുതൽ ഞാനത് ശീലിച്ചു വന്നു പോയി. കാരണം നമുക്കിത് എങ്ങനെ പ്രകടിപ്പിക്കും എന്താക്കും ഒന്നും ഞാൻ ഒരു വിദ്യാഭ്യാസം പഠിക്കേണ്ട ടൈമിൽ പണിക്ക് പോകേണ്ടി വന്നു. അതുകൊണ്ട് കോളേജോ സ്കൂളോ ലൈഫോ ഒന്നും ആസ്വദിക്കാൻ പറ്റിയില്ല. പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. പിന്നെ എന്താ പറയുക, ആ ഒരു തെറ്റ് നമ്മളെന്താക്കി നമ്മുടെ ലൈഫിൽ ഒരു തെറ്റ് പറ്റിയെന്ന് മനസ്സിലായത് ഫാമിലിയുടെ ഇഷ്യൂ വന്നപ്പോഴാണ്. കാരണം എന്താ നമുക്ക് കൂടുതൽ സംസാരം ഇപ്പോൾ മൂത്ത പെങ്ങൾ അവിടെ ആണെങ്കിൽ ഓൾ ഇന്നെ എപ്പോഴേ വിളിച്ചാൽ ചിലപ്പോൾ ഒരു മാസത്തിൽ വിളിക്കലുമില്ലല്ലോ. ഞാൻ അങ്ങോട്ട് വിളിക്കലില്ല. നമ്മളിത് കോണ്ടാക്ട് വീഡിയോയിൽ ഒരു അറിയും, വിശേഷങ്ങൾ വീഡിയോയിൽ അറിയുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ ആ ഒരു ബോണ്ട് എപ്പോഴും വിളിച്ച് സംസാരിക്കണം. അതിപ്പോൾ ചക്കരാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ. ഓല അങ്ങോട്ട് വിളിക്കലില്ല, നമ്മൾ ഇങ്ങോട്ട് വിളിക്കലില്ല. പക്ഷെ ഉമ്മാനെ ഡെയിലി വിളിക്കും. അപ്പം ഞാൻ എന്താക്കും ഒന്നിങ്ങനെ എത്തി നോക്കും. പക്ഷെ എനിക്കെന്താ നോക്കി ഒന്നാണ്ട് വിളിച്ചാൽ മതി. പക്ഷെ ഞാനത് അങ്ങനെ മാറി. ഇത് അനുഭവിച്ചവർക്ക് അറിയുള്ളൂ, അല്ലാതെ വെറുതെ. പക്ഷെ നമ്മുടെ മനസ്സിലുണ്ട് ഇത് പ്രകടിപ്പിക്കാനും ഇത് പ്രത്യക്ഷത്തിൽ ചെയ്യാൻ നമ്മളെ കൊണ്ട് എന്താ അറിയുന്നില്ല. അത് സത്യം പറഞ്ഞാൽ ചെറുപ്പം മുതലേ ചൈൽഡ്ഹുഡിൽ നിന്ന് നമുക്ക് കിട്ടിയ കുറേ പ്രശ്നം ഇതാണ്. അപ്പം ഇങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നങ്ങൾ ചെറുപ്പം മുതലേ അനുഭവിക്കുന്നവർ ഇപ്പം മാറ്റിയെടുക്കുകയാണെങ്കിൽ ലൈഫ് നമുക്ക് രക്ഷപ്പെടുത്താന്നുള്ളതാണ്. അത് വീട്ടിലാരെങ്കിലും ഇപ്പോൾ ഇനി കുട്ടികളാണെന്നുണ്ടെങ്കിലും ചെറുപ്പം മുതലേ നേരാക്കാൻ വേണ്ടി നോക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ മൊത്തത്തിൽ എല്ലാ പ്രശ്നങ്ങളും ഒതുങ്ങി സമാധാനത്തോടു കൂടിയാണ് ഈ ഇന്റർവ്യൂവിൽ ഇരിക്കുന്നത്. 8ാം മാസമാണ്. അപ്പൊ ഞാൻ ഇസ്മിത്തൊക്കെ ഒരു സന്തോഷം കൊടുക്കാൻ വേണ്ടി പോവാണ്. അൺറൊമാൻറ്റിക് ആയിട്ടുള്ള ഇക്കരെ കൊണ്ട് ഞാനൊന്ന് പ്രപ്പോസ് ചെയ്യിപ്പിക്കാൻ പോവാ. എപ്പോഴെങ്കിലും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇന്ന് നിങ്ങളുടെ കല്യാണം അറേഞ്ച് മാരേജ് അല്ലേ? ആ സമയത്ത് എവിടെയും ഒരു പ്രപ്പോസൽ ഇഷ്ടം അങ്ങനെ ഒന്നുമില്ല. എങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ ഒരു വട്ടം പ്രപ്പോസ് ചെയ്തേക്കണേ, അന്നത്തോടു കൂടി ഈ പരിപാടി ഇവിടെ നിർത്തിയാണ്. ഞാൻ പ്രപ്പോസ് ചെയ്തല്ല, എനിക്ക് അന്ന് ലവ് ലെറ്റർ ഒന്നും എഴുതാനും അറിയില്ല. അന്ന് പണി വാളു പറഞ്ഞ പേര് പറയണ്ട. അല്ല പണി വാളൂന്ന് പറഞ്ഞ ഇവളേക്കെന്ന് എനിക്ക് പണി വാളൂന്ന്. അല്ല സോഷ്യൽ മീഡിയ നമുക്ക് പ്രശ്നമല്ലല്ലോ. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു. ഇപ്പൊ പണ്ട് ഇപ്പൊ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഇവര് എൻ്റെ അടുത്തൊരു വണ്ടി ഉണ്ടെന്നു. അപ്പൊ എൻ്റെ തുണക്കാരൻ ഹിന്ദു, അതായത് ഞാൻ മുസ്ലിം, ഓന് ഹിന്ദു. അപ്പോൾ ഓന് ഹിന്ദു കുട്ടീനെയാണ് നോക്കുന്നത്. അപ്പോൾ ഓന് വണ്ടി ഇല്ലാത്തതുകൊണ്ട് എന്നെ കൊണ്ടുപോകും. അപ്പോൾ ഞാൻ എന്താക്കും, ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരിക്കും, ഇവരിങ്ങനെ സംസാരിക്കും. പക്ഷെ ആ ഹിന്ദു കുട്ടീൻ്റെ ഒപ്പം ഒരു മുസ്ലിം കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഓളെന്തിനും ഒറ്റയ്ക്ക് നടക്കണമെന്ന് ഞാൻ ചിന്തിച്ചു വന്ന്. അപ്പോൾ ഞാൻ ഓനോട് പറഞ്ഞ് എൻ്റെ പെണ്ണിനോട് പോയി പറയും, ഇങ്ങനെ ഏതായാലും ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഓൾ ഒറ്റയ്ക്കല്ല ഞാനൊപ്പം നടക്കട്ടെ എന്ന് ചോദിച്ച്. അതില് പിന്നെ ഇവര് ഒറ്റക്കായി, ഓളെ കാണാനല്ല പറഞ്ഞോണ്ട്. പിന്നെ ഞാനങ്ങനെ നിന്ന് ഇലോൻ പറഞ്ഞു, എടാ ഞാനൊക്കെ ഇത് നേരിട്ട് പറയാൻ ധൈര്യം അല്ലെങ്കിൽ കത്ത് എഴുതിയാൽ മതി പറഞ്ഞേ. അതിൽ എനിക്ക് കത്ത് എഴുതാൻ വലിയ നിശ്ചയല്ല. അപ്പം ഞാൻ ഇവിടെ വന്ദന ക്ലബ്ബ് എന്ന് പറയും, അവിടെ നമ്മളെ അന്ന് ഒരു ഫ്രണ്ട് ഉണ്ട്, ഓൻ ഭയങ്കര കോഴിയാ. അപ്പോൾ പറഞ്ഞിട്ടൊരു കത്ത് എഴുതുമായിരുന്നു. ഓൻ വയലാറ് ഇങ്ങനെ എഴുതൂല, അതേമാതിരി എഴുതിയിരിക്കണേ. ഇതെന്താ ആ കത്ത് നിന്നിട്ട് ഓള് കൊടുത്തു. പിറ്റേ ഓളെന്നെ കൊടുത്തു. പിറ്റേ ദിവസം ഞാൻ പറഞ്ഞുകൊണ്ട് ഈ കത്തിലെ റെസ്പോണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനും പോവുക. ഞാനങ്ങനെ പോയി സ്കൂളിലെത്തിയപ്പോൾ ചെക്കന്മാരൊക്കെ എന്നെ കണ്ട് ചെറിയോട് ചെറി, കാരണം ഈ കത്ത് സ്കൂൾ മൊത്തം ഫ്ലാഷ് അയക്കണേ. ചെക്കന്മാരൊക്കെ ചിലർ കടന്ന് ചെരിക്കണേ, ചിലർ തൂണുമ്പ ചാരി ചെരിക്കണേ. കാരണം എന്താ ഈ കത്തിലുള്ളത് എനിക്ക്. പിന്നെ എന്താ പറയാ, അതിൽ ഈ ലവ് ലെറ്റർ കൊടുത്ത പെണ്ണും ചെറുക്കന്നെ. ഞാൻ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പോലെ പിന്നാലെ പോയി. ഞാൻ എന്നിട്ട് ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചു. എന്തിനാ നിങ്ങളൊക്കെ ചിരിക്കുന്നു ചോദിച്ചു. ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു. ഇങ്ങനെയാണോ ഇഷ്ടം പറയാന്ന് ചോദിച്ചിട്ട് കത്ത് ഇപ്പം എന്താ നിങ്ങൾ അറിയോ, ഈ പായസമാണെങ്കിൽ അതിൽ മുന്തിരി ഞാനാണെന്ന്. ഓള് കളറുകൊണ്ട് ഉപമിച്ചെടുക്കുക, ഓള് നല്ല വെളുത്തിട്ടാ. ഞാൻ എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ കഥ തന്നെ, ഈ പായസമാണെങ്കിൽ അതിൽ മുന്തിരി ഞാനാണ്, ഈ കണ്ണാണെങ്കിൽ കൃഷ്ണമണി ഞാനാണ്, അതുകൊണ്ടാണ് ഉണക്കിന്നെ പറ്റാത്തത്. പിന്നെ കുട്ടികൾ ചെറുക്കായിരിക്കും. അയ്യോ ഞാൻ പിന്നെ സ്കൂളിൽ പോയിട്ടില്ല. എന്നിട്ട് പിന്നെ ഇവിടെ ആ കത്തൊക്കെ കീറിയിട്ട് ഇവര് വെള്ളത്തിലിട്ട് അത്. പിന്നെ ഞാൻ അതോടുകൂടി ആ ടോപ്പിക്ക് അവിടെ ഒഴിവാക്കി. ഞാൻ പിന്നെ ആ കത്ത് എഴുതുന്നതോടും കൂടി മുണ്ടിയിട്ടില്ല. അതങ്ങനെ. പക്ഷെ അന്ന് ഒരു പെണ്ണ് പ്രേമിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നാലെ ഓളെ നടന്ന്. അതിനുശേഷമാണ് ടിക്ടോക്ക് വന്നത്. ടിക്ടോക്ക് വന്ന ശേഷം ഒരുപാട് പെണ്ണുങ്ങൾ ഇന്നെ ഇങ്ങോട്ട് പ്രേമിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് വട്ടായത് നാട്ടുകാർക്ക് മൊത്തം മറ്റേ സിനിമറില്ലേ. പക്ഷെ നമ്മളപ്പോൾ തോന്നി ഇത് വീഡിയോയിൽ കാണുമ്പോൾ ഇവര് നമ്മളെ അഭിനയിച്ച ഓരോ സംഭവം കേട്ടപ്പോൾ കുറേ കാര്യങ്ങൾ
വരുന്നു. പിന്നെ അതിൽ കുറെ അന്ന് റീച്ച് ആകാൻ വേണ്ടി വരുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഞാനായിരുന്നു ഭയങ്കര പണ്ടത്തെ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ഓ ഫാനായിരുന്നു ശരിക്കും. അല്ല പണ്ട് ഫുള്ള് കൂലിപ്പണ്ട വീഡിയോസ് ഉണ്ടായിരുന്നു കല്ലിന്റെ. പക്ഷെ ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഉള്ള ഒരാളാണ് പ്രപ്പോസൽ വരുന്നതിന് മുമ്പ് അറിയോ നൗഫലിക്ക പേഴ്സണൽ അറിയില്ലേ ഇങ്ങനെ ഒരാളാണ്, അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ആളാണ്, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടാവില്ലേ? പക്ഷെ ഇതൊരു പ്രപ്പോസൽ പരിപാടി ഒന്നും നടന്നിട്ടില്ല. സോ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഒരു നവംബർ 27 നിക്കാഹ് ഉണ്ടായിരുന്നത്. 2023. ഓർമ്മല്ല. അല്ല 2020 ഈ നവംബറിൽ 3 വർഷമായി. 3 വർഷം കഴിഞ്ഞു. ഒരു മേഡ് ഫോർ ഈച്ച് ഒരു ഗെയിം ഞാൻ ചോദിച്ചാ അത് നടക്കും. അത് നടക്കും. ഓളൊക്കെ പറയും, ഞാൻ ഒന്നും പറയണ്ടാവൂല. വളരെ ഫണ്ണായിട്ട് കേട്ടോ. രണ്ടുപേരുടെയും ഫോൺ എടുക്കൂ, നോട്ട്. ആദ്യമായിട്ട് സിനിതനെ കാണുന്ന സമയത്ത് സിനിത ഇട്ട ഡ്രസ്സിന്റെ കളർ അല്ലെങ്കിൽ എന്ത് ഡ്രസ്സായിരുന്നു? ഇപ്പൊ തന്നെ അറിയില്ല. പിന്നെ കറങ്ങി കുത്തിക്കോ. ഏതാ ഡ്രസ് ഒന്നും കൂടി എഴുതണോ? എന്താ ഇട്ടിരുന്നത് ഡ്രസ്സ്? നിങ്ങൾ ഒരു കല്യാണ ദിവസം കണ്ട ആൾക്കാരാണോ? മിഠായി കൊടുക്കൽ. മിഠായി കൊടുക്കില്ല. മിഠായി ക്ലൂ തന്നു, മിഠായി കൊടുക്കില്ല. ഓക്കെ, ഇനി മാറ്റാൻ പറ്റുമോ? എന്താ ഡ്രസ് കളർ? ഓക്കെ, കുഴപ്പമില്ല. ഞാൻ ഇട്ട കളർ എനിക്ക് ഓർമ്മല്ല. ഓക്കെ, എന്തായിരുന്നു തന്നിട്ടത്? ഒരു ഓഫ് വൈറ്റ് ചുരിദാർ. ഓഫ് വൈറ്റ് ചുരിദാർ. ഇവിടെ ഓഫ് വൈറ്റ് ചുരിദാർ അല്ലേ? ഓർമ്മ ഉണ്ടല്ലേ? അടിപൊളി. ഓക്കെ, നൗഫലിക്കാന്ന് ചോദിക്കാം. നൗഫലിക്ക ഇപ്പൊ ഏതെങ്കിലും ഫംഗ്ഷന് പോകുന്ന സമയത്ത് എന്ത് ഡ്രസ് ഇട്ടാലാണ് നല്ല ഭംഗി ഉണ്ടാവുക? ഐ മീൻ സിനിതക്ക് ഇഷ്ടമുള്ളത് എന്ത് ഡ്രസ്സിൽ കാണാനാണ്? ഡ്രസ് ഇട്ടാൽ പോർക്ക് പറ്റൂലല്ലോ. എന്താണ് നെയ്തല്ലേ? എന്താണ് ഏത് ഡ്രസ് ഞാൻ പറയുന്നത്? എന്തിട്ടാലും സുന്ദരനാണ്. അത്രേ ഉള്ളൂ. എന്താ നൗഫലിക്ക അവള് പറയട്ടെ? പറയൂ, എന്താണ്? ഞാൻ പാന്റും ഷർട്ടും ഇടാന്ന് പറയാ. പാന്റും ഷർട്ടും. എന്റെ ലൈഫിൽ ആദ്യം മുതലേ ഞാൻ തുണി എടുത്തിരുന്ന ഈ നാളെ. ഞാൻ വന്നേ ഇവള് വന്നതിന് ശേഷം ഇവള് പറയും പാന്റ് ഇട്. ഞാൻ അല്ലെങ്കിലേ നിങ്ങൾ അൺറൊമാൻറ്റിക് ആണ്, ഞങ്ങൾ മുണ്ടും കൂടി എടുത്തിട്ട് എന്റെ വാപ്പിയും അവളും നടക്കണ മാതിരി ആക്കണ്ടാറ്. പിന്നെ ഓല് പറയണ അനുസരിച്ചൊക്കെ ഞാൻ ഈ കോമാളിവേഷം കെട്ടുണ്ട്. പിന്നെ പക്ഷെ നമ്മളൊരു കംഫേർട്ട് എന്ന് പറയുമ്പോ മുണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇട്ടോ ഞങ്ങള് വന്നപ്പോൾ നിങ്ങളിപ്പോൾ കയറി വന്നപ്പോ ഞാൻ എന്തായാലും ലുങ്കിയൊക്കെ ഞാൻ ചിലപ്പോ കല്യാണത്തിലൊക്കെ ലുങ്കി തുണി എടുത്ത് പോകും. രണ്ടെണ്ണം ശരിയായി. ഇപ്പൊ പറഞ്ഞില്ലേ പ്രകടിപ്പിക്കണില്ല എന്നുള്ളൂ, ഉള്ളിലുണ്ട്. ആദ്യമായിട്ട് നൗഫലിക്ക സിനിതക്ക് വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ്. കൊറേ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാം, ഒരുപാട് സ്വപ്നങ്ങളൊക്കെ സാധ്യമാക്കിയിട്ടുണ്ട്. ആദ്യം വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ് നൗഫലിക്ക സ്കോർ ചെയ്യാണ്, എഴുതിക്കൊണ്ടിരിക്കുക. എല്ലാം മിഠായി എന്തെങ്കിലും പറയ്. ഞാൻ മിഠായി നേരി. ഞാൻ വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു മാല. അതിന് മുന്നേ നിങ്ങള് മിഠായികളൊക്കെ അതൊന്നും കൂട്ടില്ല. സ്പെഷ്യൽ ഗിഫ്റ്റ് എന്ന് പറയുമ്പോ വില കൂടുന്ന ഒരു സാധനം ആവണല്ലോ. മറ്റേ മുട്ടായി കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനക്ക് മുട്ടായി ചാട് മുട്ടായി കൊടുക്കല് മുട്ടായില്ല അനക്കന്ന്. സത്യം പറഞ്ഞ എനിക്ക് ഓർമ്മല്ലോ മാല. ഞങ്ങൾക്ക് അറിയാത്ത, ഞങ്ങൾ ഇതുവരെ കാണാത്ത നൗഫലിക്കന്റെ ഒരു ഹിഡൻ ടാലന്റ് ഉണ്ടോ? ഞങ്ങൾ ഇതുവരെ അതൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അത് ഞാനെങ്ങനെ എഴുതാ? ഓൾറെഡി ഒരു ടാലന്റ്, അറിയുന്ന ഒരു കഴിവ്. ടാലന്റ് ഞാൻ തന്നെ പറയുമ്പോ അത് പൊങ്ങച്ചായി പോയി. ഞങ്ങൾക്ക് അറിയില്ല കഴിവ്, ഇതുവരെ പുറത്ത് ഇറക്കാത്ത. അറിയരുത്, ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയുന്ന ഒരു കഴിവ് എന്തെങ്കിലും എഴുതി. അല്ലെങ്കിൽ ഒരു ടാലന്റ് ഇല്ലാത്തവരൊന്നും വിചാരിക്കൂ. ഭയങ്കര ടാലന്റ് ഉള്ള കഴിവുകളാണ്. പക്ഷെ അത് എല്ലാവർക്കും അറിയല്ലോ. ബാത്റൂമിൽ പാട്ട് പാടാന്നൊന്നും എഴുതല്ലേ? പാട്ട് പാടും. പാട്ട് പാടല്ലേ നന്നായിട്ട്? അത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യം. അത് എഴുതണ്ട. അപ്പൊ അതൊരു ടാലന്റും ഇല്ലാത്ത ഇനി പാടുന്ന ആൾക്കാർ വൈക്ക് പോരുത്. പിന്നിപ്പോ എന്താ അങ്ങനെ ടാലന്റ് ഉണ്ടോ? വിദ്യാഭ്യാസം ഇല്ല. ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവില്ല. ആർക്കും അറിയാത്തൊരു കാര്യം വേറുണ്ട്. അങ്ങനെ ടൈപ്പ് ചെയ്യേ. ആ ടൈപ്പ് ചെയ്യേ. ഇനി അത് തന്നെയാണോ നൗഫലിക്ക ലൈഫിൽ എപ്പോഴും ഭയങ്കര പ്രൗഡായിട്ട് ചിലപ്പോ സിനിമയോട് ഷെയർ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു കാര്യം? ഞാൻ എന്റെ ടാലന്റ് ഒന്നും ആരോടും ഷെയർ ചെയ്തില്ല. ഇല്ല, അത്രയും കാര്യം ഞാൻ ലൈഫിൽ സാധിച്ചൊരു കാര്യം ഭയങ്കര പ്രൗഡ്.
ഇപ്പൊ നമ്മൾ ലൈഫിൽ ഇപ്പൊ ഒരു വണ്ടി എടുക്കുക, വീട് വെക്കുക. വീട് എന്ന് പക്ഷെ അത് ടാലന്റ് എന്ന് പറയുമ്പോൾ നമ്മളെ കഴിവുകളല്ലേ. പറയുന്നത് മാറ്റി. അതാണ് അപ്പൊ ഞാൻ ടാലന്റ് എഴുതിയില്ലേ ഇവിടെ. എന്താന്ന് പറഞ്ഞു ടാലന്റ് അല്ല, അതായത് ഭയങ്കര ഒരു സാധനം ഞാൻ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ നേടും. പക്ഷെ കുറെ ആൾ ഇപ്പം പറഞ്ഞല്ലേ, അതായത് ആ മൈൻഡിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊരു വീട് വെക്കണം അല്ലെങ്കിൽ എനിക്കൊരു ചാനൽ തുടങ്ങും. ഇപ്പം എൻ്റെ കൂടെ ചാനൽ തുടങ്ങി ഒരുപാട് ആളുകളുണ്ട്. കുറേ പേര് ചാനൽ പൊട്ടിപ്പോയി. എനിക്കിന്ന് 3 ചാനൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അതിലെന്താണ് ആളുകൾക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത് ആളുകളെ ഇഷ്ടം എനിക്ക് മുൻകൂട്ടി അറിയാൻ കഴിയും. അത് ടാലന്റ് തന്നെ അല്ലേ? അല്ലേ? നിങ്ങൾ പറഞ്ഞല്ലോ, കാരണം ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ ഒരാൾക്ക് ചിലപ്പോൾ 2 ദിവസം വേണം, എനിക്ക് 2 സെക്കൻഡ് മതി. അതിങ്ങനെ ഇരുന്ന് ഇങ്ങനെ പറയും. ഞാൻ പറയും എടി ഈ മാറ്റി അറിയും. ആ കണ്ടന്റ് റെഡി എന്റെ മനസ്സിൽ കണ്ടന്റ് ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മള് കൊഴങ്ങി കടുക്കുകയാണേലും വേണ്ടില്ല, അതായത് കണ്ടന്റ് ഉണ്ടാക്കാന്ന് പറഞ്ഞ ടാലന്റ് തന്നെ. ഈ യൂട്യൂബ് തുടങ്ങണ മാതിരി ചില്ലറ പണിയൊന്നുമല്ല, ഇത് കൊണ്ടുനടക്കാൻ നല്ല പണിയാ. ഒരു ദിവസം 2 ദിവസം അല്ല ഒരാഴ്ച ഇട്ടോ, അടുത്ത ആഴ്ച എന്തിടും അത് ആലോചിക്കണോ, ആളുകൾ ഇത് ഇഷ്ടപ്പെടുവോ, ഇതിട്ട അവർ കാണുമോ, ഇതിട്ട ഏത് രീതിക്ക് അത് നമുക്ക് ഒരാളിപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടു. ഇപ്പം നമുക്കൊക്കെ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 10 വ്യൂസ് ആദ്യം കിട്ടണമെങ്കിൽ പിറ്റേ ദിവസം ഞാൻ ചിന്തിക്കും അത് എനിക്ക് 20 വ്യൂസ് ആക്കണം, പിറ്റേ ദിവസം 40 ആക്കണം. അങ്ങനെ തന്നെ ഞാൻ തുടങ്ങി വന്ന്. അതായത് അതിപ്പോൾ 1 മില്യൺ വ്യൂസ് വരെ ആക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ആ ടാലന്റ് തന്നെ അല്ലേ? അത് കണ്ടിന്യൂ ചെയ്യുന്നതല്ലേ. എനിക്ക് എൻ്റെ പോലെ ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്യുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും ക്യാമറമാൻ ഉണ്ട്, എഡിറ്റർ ഉണ്ട്, എല്ലാ സംഭവങ്ങളുണ്ട്. എനിക്കൊക്കെ ഞാൻ തന്നെ. അത് 3 ചാനലും ഉണ്ട്. അത് പേരൊക്കെ ഇവളുടെ ചാനല് സിനോസ് കിച്ചൺ എന്നാണെന്നുണ്ടെങ്കിൽ അത് വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും അതൊക്കെ നോക്കല് ഞാൻ തന്നെ. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇനിയിപ്പോൾ അതും കഴിഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, അതും നമ്മൾ ക്രിയേറ്റ് ചെയ്യലുണ്ട്. അതിൻ്റെ ഇടയിൽ പ്രൊമോഷൻസ് എടുക്കാൻ പോകുന്നു, അതെടുക്കുക. അതിനൊക്കെ സമയം കണ്ടെത്തണം അല്ലേ? ഇത് ആളുകൾ എന്ത് വിചാരിക്കുന്നറിയോ, സിമ്പിൾ പരിപാടി. കാരണം ഒരു ഡെയിലി നിങ്ങൾക്ക് വീട്ടിലടക്കം സംഭവം റെക്കോർഡ് ചെയ്യാതെ അങ്ങനെ ഇട്ടാ പോരെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അത് ഇപ്പോഴും വരുന്നുണ്ട് എന്ന സംഭവം. ഇപ്പൊ ഉമ്മറക്ക് പോയത് ഇത് യൂട്യൂബിന്റെ പൈസ കൊണ്ടല്ലേ പോയത്. ഞാൻ എവിടെ യൂട്യൂബിന്റെ പൈസ ഇതെന്ന് പറഞ്ഞു. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അധ്വാനം തന്നെയാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മളിപ്പോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ വീഡിയോ അല്ലെങ്കിൽ 10 മിനിറ്റ് വീഡിയോ എടുത്താൽ ഇത് എഡിറ്റ് ചെയ്യണം, അതിന്റെ തമ്പനയിലും കാര്യങ്ങളും നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സും ഒക്കെ അതിൽ പെടുന്ന തന്നെ അല്ലേ. ഇപ്പൊ ജോലി അല്ലേ. മറ്റേത് കൂലിപ്പണിക്ക് പോവാണെന്നുണ്ടെങ്കിൽ രാവിലെ 8 മണിക്ക് ഇറങ്ങി 5 മണിക്ക് കൂലിയും കിട്ടിയ പിന്നെ ആ ഭാഗത്തേക്ക് ചിന്തിക്കണ്ട. ഇതെന്തൊക്കെ അറിയണോ? ഇതാ വീഡിയോന്റെ ജീവിതകാലം അതിൽ വരുന്നത് നോക്കിക്കൊണ്ടേ നിക്കണോ? കണ്ടിന്യൂ നമുക്കിപ്പം ഒരേ കാര്യം ചെയ്യുന്ന സമയത്ത് ഇപ്പൊ സ്ഥിരമായിട്ട് സോഷ്യൽ മീഡിയ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാ. അപ്പൊ വീഡിയോസ് ഇപ്പൊ 3 ചാനൽസ് ഒരേ സമയത്ത്. അല്ല കുട്ടി ഞാൻ കയ്യാണ് രാവിലെ ഇവിടെയാണല്ലോ വരേണ്ടത്. ഇന്നലെ കൊറേ ചീത്ത പറഞ്ഞത് ഉറങ്ങാനായിട്ട് 3 മണി ഉറങ്ങിയപ്പോ. ചേട്ടനെന്തായാലും പണി കിട്ടുമോ നോക്കാനാ പറയുന്നത്. നീ ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോകില്ലേ? ഒരു ഐഡിയ കിട്ടിയാ മതി. എന്താ ഐഡിയ? ആലോചിച്ചോണ്ടിരിക്കുവല്ലേ. ഐഡിയ കിട്ടി. അളിയാ നീ ടെൻഷൻ അടിക്കില്ലേ, ഞാൻ പോയി ഐഡിയ കൊണ്ടുവരാം. ഹലോ, ഇനിയും ഐഡിയ കാത്തിരുന്നിട്ട് കാര്യമുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? എന്നാ ഫോൺ എടുക്കൂ, എൻട്രി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ജീവിതത്തിന്റെ ഗതി മാറാൻ ഒരു എൻട്രി മതി.